കൊച്ചിൻ ബാൻഡം, അമേരിക്കൻ ബഫൽഡ് ബാൻഡം, ഗോൾഡൻ സിൽക്കി, വൈറ്റ് സിൽക്കി, പോളിഷ് ക്യാപ്പ്, അങ്ങനെ ഒട്ടനവധി കോഴികളുണ്ട്. അതിൽ പാരൻ സ്റ്റോക്കായിട്ടുള്ള കുറച്ചെണ്ണേ ഉള്ളൂ. കുറച്ച് നമുക്ക് സ്റ്റോക്ക് റെഡിയായി വരുന്നേ ഉള്ളൂ. കുറച്ച് കുഞ്ഞുങ്ങളിപ്പോൾ സിൽക്കിൻ്റെ ഗോൾഡൻ സിൽക്കിയും വൈറ്റ് സിൽക്കിയൊക്കെ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാവിനങ്ങളാണെങ്കിൽ നാടൻ പ്രാവുണ്ട്. അതുപോലെ തന്നെ ഫാൻറ്റെയിൽ, അമേരിക്കൻ ഫാൻറ്റെയിലുണ്ട്. സിറാസ്, ലാഹോർ എന്ന് പറയുന്ന സിറാസ് പ്രാവ് നമുക്ക് നിലവിൽ സെയിലിനായിട്ട് കൊടുക്കാനുണ്ട്. പിന്നീട് ഉള്ളത് നമുക്ക് കിളിവർഗ്ഗങ്ങളാണ്. കിളിവർഗ്ഗങ്ങളിൽ ഫിഞ്ചസ്, സാധാ ലവ് ബേർഡ്സ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, പിന്നെ സൺകുണൂർ കോക്ടെയിലും ഇതൊക്കെയുണ്ട്. പക്ഷേ സൺകുണൂറും കോക്ടെയിലും നമുക്ക് സെയിലിനായിട്ടില്ല. ബാക്കി ആഫ്രിക്കൻ ലവ് ബേർഡ്സും സാധാ ലവ് ബേർഡ്സൊക്കെ നമുക്കിപ്പോൾ സെയിലിനുണ്ട്, കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഗപ്പികളും മീനുകളും ചെയ്യുന്നുണ്ട്. അപ്പം മീനൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, സാമ്പത്തിക സുരക്ഷ എന്നതിനേക്കാളും നമുക്കിതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇത് വളർത്തിയവർക്കറിയാം, നമ്മൾ എത്ര ഒഴിവാക്കിയാലും പിന്നീട് നമുക്കിത് ചെയ്യണം എവിടെയെങ്കിലും നമ്മളെ വീട്ടിൽ പോലും ഒരു 100 പ്രാവുണ്ടെങ്കിൽ നമ്മൾ വേറെ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെവിടെയും പോകുമ്പോൾ ഒരു പുതിയ പ്രാവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പെറ്റ് ഷോപ്പ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി നോക്കി പോകും. അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും ആളുകൾ. അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ഞാനിപ്പം യാത്രകൾ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴും പുതിയ സാധനങ്ങൾ കാണുമ്പോൾ അതിനെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ വീട്ടിൽ പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ വളരെ എന്താ പറയുക സന്തോഷത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്ന ജീവജാലങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യാനും അതിലൂടെ സന്തോഷം കണ്ടെത്താനും എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൂടുകൾ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന കൂടുകൾ മിക്ക എല്ലാ കൂടുകളും ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അത് മുയലിനെ വളർത്തിയ സമയത്ത് ഉണ്ടായിരുന്ന കൂടുകളും അതിലിപ്പോൾ പ്രാവിനെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ ഇട്ട ഈ കൂട് മാത്രം ഞാൻ പുറത്തുനിന്ന് വാങ്ങിയുള്ളൂ. കാരണം വെച്ചാൽ അത് എണ്ണം കൂടുതലായതുകൊണ്ട് ഞാനൊരു കോളനി സിസ്റ്റത്തിലാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു കൂട് വേണം. അതുകൊണ്ടാണ് ഇതൊരു സൺകുണൂറിന് ഇട്ടതായിരുന്നു ആദ്യം. പിന്നെ അതിനെ മാറ്റി ആഫ്രിക്കൻ ലവ് ബേർഡ്സിനാണ് ഇപ്പോൾ കോളനി സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേ പക്കാ ബ്രീഡിംഗ് ആയിട്ട് ചെയ്യുന്നതല്ല. എന്നാലും എനിക്ക് ഇങ്ങനെ കാണുമ്പോഴാണ് ഒരുപാട് കിളികൾ, വ്യത്യസ്തമായ കിളികൾ ഒന്നിച്ച് നിൽക്കുന്നത് കാണുന്നതാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് തരാൻ പറ്റും. പിന്നൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു പക്ക ബിസിനസ് മൈൻഡോട് കൂടിയാണ് നിങ്ങളൊരു ഫാമിങ്ങോ അല്ലെങ്കിൽ കിളികളെയോ അല്ലെങ്കിൽ മീനുകളോ വളർത്തുന്നെങ്കിൽ, മീനാണെങ്കിലും കിളികളാണെങ്കിലും മറ്റ് ഏത് ജീവജാലങ്ങളാണെങ്കിലും വളർത്തുന്നെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും ഒന്നിൽ തന്നെ എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്യാതെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ കോഴി അല്ലെങ്കിൽ ഫിഷ് ആണെങ്കിലും ഫിഷ് പല കോഴിക്കാർപ്പോ ഗപ്പികളോ അങ്ങനെ മിക്സായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമർ നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്കോ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഷോപ്പിൽ എന്തുകൊണ്ട് കച്ചവടം നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് കച്ചവടം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും അത് ആ ഒരു സിസ്റ്റം തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. പല സാധനങ്ങളും കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് കച്ചവടം പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബിസിനസ് മൈൻഡോട് കൂടി കാണുന്നവർ അങ്ങനെ നോക്കുക. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താല്പര്യം മാത്രമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സമയം നമ്മളതിനു വേണ്ടി കണ്ടെത്തും. നമ്മുടെ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ പോലും നമുക്കതിന് വേണ്ടി ചുരുങ്ങിയ സ്ഥലത്ത് എങ്ങനെ കൃഷി ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഐഡിയകൾ നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾക്കും നമ്മളെ ബാക്കിയുള്ള ഡീറ്റെയിൽസിനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്ന് RC വയനാട് എന്ന ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ വീട്ടിലെ സാധനങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ aruma.pets എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ RC വയനാട് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ. അപ്പം എനിക്കറിയുന്ന ചെറിയ ചെറിയ അറിവുകളും കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവജാലങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഇതിൽ ഇനി അങ്ങോട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.